മുള്ളമ്പന്നി കടിച്ച് പറിച്ച് വെച്ചേക്കുന്ന കേട്ടോ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മേലുകാവിൽ നിന്ന് തടിക്കാട് വഴി കണക്ട് ചെയ്ത് വന്ന് ഇതൊരു കോൺക്രീറ്റ് വഴിയാണ്. ഇത് നേരെ പോകുന്നത് നമ്മുടെ ഇരിമാപ്രയിലേക്കാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായൊരു കാഴ്ച, അതായത് ഞങ്ങൾ കോട്ടയം ഭാഷയിൽ ഞങ്ങൾ അള്ളം എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പറയുന്നത് വെച്ചാൽ ഗുഹയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നുള്ള ഒരു കമൻറ്റ് കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായൊരു അള്ള് കാണാനായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ സാബുചേട്ടായുടെ കൂടെ, സാബുചേട്ടായുടെ കട്ടിപ്ലാക്കിലല്ലേ വീട്ടുപേര്, കട്ടിപ്ലാക്കിൽ സാബുചേട്ടയുടെ വീടിൻ്റെ താഴ്വാരത്താണ് ഈ അള്ളുള്ളത്. നമുക്ക് ആ വ്യത്യസ്തമായ കാഴ്ച കാണാൻ പോയാലോ? കമോ. അപ്പോൾ ഇവിടെയാണ് ആ ലൊക്കേഷൻ. അപ്പോൾ സാബുചേട്ടാ, ഇത് ഈ പന അല്ലേ? ഇതാണ് കൊടപ്പന എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൊടപ്പനയൊക്കെ ഉണ്ട്. ഇത് കൊടപ്പനയുണ്ട്. എന്തായാലും വ്യത്യസ്തമായ കാഴ്ചയാണല്ലേ? വ്യത്യസ്തമായ പഴയ കാലങ്ങളിൽ പെരമെയ്യാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കും. പൊരം നിറഞ്ഞിരിക്കുന്ന വലിയൊരു പനയല്ലേ? അടിപൊളി. അപ്പൊ നമ്മുടെ കൂടുതൽ സംഗീതയുടെ ക്യാമറ ചെയ്യുന്നുണ്ട്. കമോൺ. അപ്പൊ പ്രേക്ഷകരെ ഇതേ ഇതുണ്ടോ, വ്യത്യസ്തമായ ഇതുപോലുള്ള ഇടനാടികളേക്ക് ഒരുപാട് നമ്മൾ പണ്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രേക്ഷകരെ നല്ല സൂപ്പർ കാഴ്ചകളാട്ടോ ഇവിടെ ഉള്ളത്. നല്ല സൂപ്പർ തോടൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമില്ലെന്നേ ഉള്ളൂ, വേനൽക്കാലം ആയതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെയും ഉറവ പറ്റാത്ത ആ രീതിയിലുള്ള വെള്ള സ്രോതസ്സുള്ള സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ പോരുന്ന വഴിക്കാണ് വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടത്. ഇത് ഈന്താണല്ലേ? ഇത് ഈന്ത്. ഇതിന് ഈന്ത് എന്ന് പറയും. ഇത് കാ പിടിക്കുന്നത് ഒരു ഇതാണ്. ഇതിന്റെ ആണുണ്ട്. ആൺവർഗത്തിൽ പെടുന്നതിനെ പീന്ത് എന്ന് നമ്മൾ പറയും. ഈന്തും പീന്തും അല്ലേ? ഈന്തും പീന്തും. പീന്ത് ഇവിടെ ഉണ്ടോ? പീന്ത് ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് താഴെ നിൽക്കുന്ന ഒരു അതിൽ ഉണ്ടാകുന്ന ഒരു ചക്ക പോലെ ഒരു സാധനം ഉണ്ടാവും. പീന്തിന്റെ ഫ്രണ്ടിൽ പോയി എന്ന് പറയാം. ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് പീന്തല്ലേ? ഇതാണ് പീന്ത്. പീന്തെന്ന് പറഞ്ഞാൽ ഈ ഇതേല് നമ്മൾ മറ്റേ ഈന്തേലുണ്ടാകുന്ന പോലെ കായ ഉണ്ടാകത്തില്ല. ഇതേലൊരു ചക്ക പോലെ ഇത് ഉണ്ടാകത്തുള്ളൂ. ഇത് പഴയ കൃഷിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് നെൽകൃഷിക്കാർ ചാഴിയെ ഓടിക്കാൻ വേണ്ടി, അതായത് കീടനാശിനിക്ക് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഇതിൻ്റെ ചക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായി ഇത് ഉണ്ടാവും. അല്ല, കീടനാശിനി ഓടിക്കാൻ വേണ്ടി. അത് കീടനാശിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ കണ്ടത്തിൽ, അതായത് ഈ നെൽകൃഷിക്കുള്ളിൽ കമ്പെ കോർത്ത് കുത്തി നിർത്തും. അപ്പോൾ ഈ ചക്ക കൊണ്ടുപോയിട്ട് ഓടിച്ചുകൊണ്ടേ നിർത്തും. ഇതിനൊരു നല്ല ഭയങ്കര സ്മെല്ലുണ്ട്. അതുകൊണ്ട് ചാഴി അങ്ങനെയുള്ള കീടങ്ങളൊന്നും ഇതിലുണ്ടാവും വരികയില്ലെന്നാണ് അന്നത്തെ ആൾക്കാരുടെ വിശ്വാസവും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. നല്ല താഴ്വാരമാണല്ലേ? നല്ല താഴ്വാരമാണ്. നോക്കിയോ, ഒരു ഇതിൻ്റെ അങ്ങോട്ട് പോകണം. ഈ താഴ്വാരം മേലുകാമറ്റമാണോ? നേരെ കാണുന്നത് ചാലമറ്റം ആണല്ലേ? ഓ, നല്ല കാഴ്ചകൾ അവിടെ അല്ലേ? ഇതേ മുള്ളമ്പന്നിയുടെ പൊട്ടയാണ്. ഉണങ്ങിയത് കൊണ്ട് പിന്നെ കയ്യിലെടുക്കാം കേട്ടോ. ഓക്കെ, എന്തായാലും വ്യത്യസ്തമായ കാഴ്ച കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ? ഓക്കെ, മുള്ളമ്പന്നിയുടെ വഴിയല്ലേ സ്ഥിരം പോകുന്നത്? ചേട്ടായി നമുക്ക് വഴിയൊക്കെ ഒരുക്കി. അയ്യോ, ഇവിടെ ഇഷ്ടംപോലെ മുള്ളമ്പന്നിയുടെ പൊട്ട കിടപ്പുണ്ട്. അപ്പം രാത്രി ഇമാര് ഇവിടെ കിടന്ന് വിരഹിക്കുന്നല്ലേ? ആണ്ടേ, തെളിവ് കിട്ടി. ഞങ്ങൾ പറഞ്ഞില്ലേ മുള്ളമ്പന്നിയുടെ അമ്പ് സൂപ്പർ സാധനം. ഇതെനിക്ക് കളക്ഷനുള്ളതാണ്. ഞാൻ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചോളാം. ഒരുപാട് കാട്ടുവള്ളിയൊക്കെ ആണല്ലേ ഇവിടെ? ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് പടിക്ക് വരാന്ന് പറയുന്നല്ലേ? ഇത് കല്ലുവാഴ. ഇഷ്ടംപോലെ കല്ലുവാഴ ഉണ്ടല്ലേ? ഓ, എന്നാ പറഞ്ഞാലും ഉണ്ടല്ലോ, ഇത് വ്യത്യസ്തമായ സ്ഥലം കേട്ടോ. ഒന്നും പറയാനില്ല. അതുമ്പെന്നാണ് ഈ വേരിന്റെ പേരല്ലേ? ഓ, ഈ മരം ഏതാ? അതുമ്പ് തന്നെ. ആൽമരോ? എന്നുള്ള കാഴ്ചകളാട്ടോ. അങ്ങ് താഴ്വാരത്ത് ഇങ്ങനെ തോട്. എന്തായാലും സൂപ്പർ കാഴ്ചകളാട്ടോ. ഇതുവരെ ഇവിടെ കിടന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നില്ലല്ലോ എന്ന് ഓർക്കുന്നു. മുള്ളുണ്ട്. ഇഷ്ടം പോലെ നമ്മുടെ മുള്ളമ്പന്നിയുടെ ഏരിയ. ഓ, അമാർക്ക് പറ്റിയ. അപ്പൊ ഗൈസ്, ഇഷ്ടമുള്ളല്ലേ ഏട്ടേ? അപ്പൊ പ്രേക്ഷകർ, ഇതാണ് നമ്മൾ പറഞ്ഞ അള്ള് അല്ല? ഈ അള്ളിന് വലിയ പേര് വാവിലെന്ന് പറയാൻ കാരണം ഇപ്പം ഇഷ്ടംപോലെ വവ്വാലൊക്കെ ഉള്ള ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടാവും, ഇതിന്റെ ഉള്ളിലായി.
ഞങ്ങൾ ഇതിൽ ടോർച്ചൊക്കെ ആയിട്ടാണ് വന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരെ നമുക്ക് അള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാം. വാ. ഇവിടെ നല്ലൊരു തടാകമായിട്ട് മറ്റേ അടിയിലോട്ട് ഇറങ്ങിയുണ്ട്. പക്ഷേ ഈ മണ്ണ് ഇമാര് കൊണ്ടുവന്ന് പ്രേക്ഷകരെ, അപ്പോൾ ഇത് കുനിഞ്ഞു പട്ടാളക്കാർ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വലിച്ചല്ല കേട്ടോ. അകത്ത് വരും. പക്ഷെ അത് കിടന്ന് നമ്മൾ മുട്ടയിൽ നീന്തി വേണം. ഇതിന്റെ പേര് വവ്വാലള്ള. അടിപൊളി. അങ്ങ് ലോങ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളിലൊന്ന് പോകാം, നമുക്ക് മുട്ടുകുത്തി പോകേണ്ടി വരും. അപ്പൊ നോക്കാം നമുക്ക്. വവ്വാലുണ്ടെന്ന് അവിടെ? അല്ല, അതല്ല, ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ഒരാളുണ്ട്, അവിടെ നിന്ന് അത് പറഞ്ഞു. ഇത് ഇങ്ങനെ ഇയാളുടെ എവിടെ പോണേ? ഇത് നേരെ അങ്ങ് പോയിട്ട് അതിന്റെ അകത്ത് പോയിട്ട് താഴേക്ക് ഒരു കുഴി. ഇതോ ഇത് അതിന്റെ ഇപ്പൊ ഇവിടെ വെള്ളത്തിന് സ്രോതസ് കൊള്ളാല്ലേ? ഉണ്ട് അതിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് മൃഗങ്ങൾ കിടക്കുന്നത്. നല്ല തണുപ്പാട്ടോ ഇതിനകത്ത്. ഇത് ഇപ്പോ ഈ മണ്ണ് വന്ന് ഇങ്ങോട്ട് അവിടെ നിന്നോ മണ്ണ് വന്ന് ഇമാര് ഈ എലിയോ ഈ മുള്ളം പന്നി എല്ലാം കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇതാക്കിയതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇരുന്ന് ഇതുപോലെ ഇരുന്നങ്ങ് പോകാം. അല്ല, ഇതിപ്പോ നമുക്ക് അങ്ങോട്ട് വരുമ്പോ അവിടെ വെട്ടം കാണുന്നുണ്ട് കേട്ടോ. അങ്ങേറ്റോ? അങ്ങേറ്റത്ത് വെട്ടം കാണുന്നുണ്ട്. ഈ മുള്ളമ്പന്നിയിലുണ്ടോ? കുത്തിയിരുന്ന് പകലുണ്ടാവോ? പകല് ഇതിന്റെ അകത്തേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ അകത്ത് കാണും. ഇവിടെ ഇതിന്റെ അടിയിൽ ഇതിന്റെ മരണ മടയാണ് ഇത് മെയിനായിട്ട് വരുന്ന ഭാഗത്തെല്ലാം മറ്റേ നമ്മുടെ അവിടുത്തെ ഇതിനേക്കാളും വലിയ കുഴിയാണ്. നല്ല രസമാണ്. നമുക്ക് അതിന്റെ അകത്ത് വരെ കയറി നമുക്ക് ചുമ്മാ ഈസി ആയിട്ട് ഇപ്പം മുള്ളംപന്നിയൊക്കെ വന്ന് മണ്ണ് നിരത്തിയിട്ടുണ്ട്. ഇത് മുള്ളംപന്നിയെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് മണ്ണ് മടമാന്തിയിട്ട് പ്രകൃതിയുടെ ഒരു വരദാനം. ഉള്ളിൽ വെള്ളത്തിന്റെ ഒരു അംശമുണ്ട്. അത് ഈ താഴേക്കാണ് അമ്മ. അല്ല, വേരക്കല്ല, ഒരു വ്യത്യസ്തമായ കാഴ്ചയല്ലേ ഇത്? ആല് നിൽക്കുമല്ലേ, ചേലയെന്ന് പറയും. ചേലയിൽ കയറി കിടക്കുന്നതാണ് അതുമ്പ് എന്ന് പറയുന്ന വള്ളി. ഈ വള്ളി കണ്ടോ? ഈ വള്ളിയിലൊക്കെ ആണെങ്കിൽ ഒരു എത്ര കിലോ വെയിറ്റ് കയറിയാലും അത് പൊട്ടൂല. അതുപോലെ കിടന്ന് ഇങ്ങനെ കയറാൻ പറ്റില്ല. അത് നമ്മൾ ഏറ്റവും മേളിൽ കാണുന്നത് പാണ്ടങ്കല്ലപ്പാറ, തേയിലപ്പാറയുടെ താഴ്വാരം. അങ്ങനെ വന്ന് ഇങ്ങനെ ചാലമറ്റത്തേക്ക് ഇറങ്ങും അല്ലേ? ഒരു ചാല അതങ്ങനെ അങ്ങ് നിൽക്കും. ഒരു സ്ഥലമാണ്, ഒരു ഭീകരമായിട്ടൊരു സ്ഥലമാണ്. അവിടെ പണ്ട് ഉരുള് പൊട്ടി ഒരു 30 വർഷത്തിന് പുറകിൽ, 40 ഇല്ലാത്ത 35 വർഷത്തിന് പുറകിൽ ഉരുള് പൊട്ടി 2 പേര് മരണപ്പെട്ടു. പഠിക്കവരെ എന്ന് പറയുന്നതാണ് അതിലെ നാട്ടുവഴിയാണ്, നടപ്പ് വഴി. ഇതിപ്പോ നമ്മുടെ ടൂറിസ്റ്റുകളൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ സാധനം? അപ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ പ്രേക്ഷകരെ, നമ്മുടെ മേലുകാവിലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുണ്ട്. മഴക്കാലത്തല്ലേ? മഴക്കാലത്ത് നല്ല ഒരുപാട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നു. ഇതിന്റെ അടിയിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. പറമ്പിൽ കൂടെ ഇറങ്ങി പോകണം. നമ്മുടെ വെള്ളമില്ല. അത് തന്നെയല്ല, അത് വന്നാലും താമഴയെ വരത്തുള്ളൂ. പഠിക്കവരാ മാലിക്കുത്തല്ലേ? ഇത് ഡേഞ്ചറാണോ? അത് ഡേഞ്ചറാണ്. ഇപ്പം വെള്ളമില്ല, ഇപ്പം ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ മലനാടിൻ്റെ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിപ്പോൾ ഇരിമാപ്രയുടെ ഒരു സൈഡായിട്ട് വരും. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളും മേലുകാവിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം. ഒരു ഹായ് ഇവിടത്തേക്ക്. നമുക്ക് പോയി നോക്കാം. മുള്ളംപന്നി കടിച്ചു പറിച്ച് വെച്ചേക്കുന്ന കേട്ടോ.